എല്ലാ സ്റ്റെപ്പിലൂടെ മുതലേ ഞാൻ പെട്ടെന്ന് സൊല്യൂഷൻ വരച്ചിട്ട് തരാം. ഓക്കെ. അത് ഒരു നമ്പർ ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് എന്താ പറയാ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വരക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം നെയിം ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് എ, ബി, സി, ഡി, ഇ, റൈറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം, പിന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ. സോ ഈ പോയിന്റ് ലോഡിലെല്ലാം കേസ് വന്നാൽ നമ്മൾ കുറച്ചൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറിനെ വരക്കാൻ പറ്റും. പക്ഷെ ഡയറക്ടറിനെ ചെയ്യരുത്, നമ്മൾ സ്റ്റെപ്സ് എഴുതുക തന്നെ വേണം. ഓക്കെ, സ്റ്റെപ്സ് 1 by 1 ആയിട്ട് ഇവിടെ സോൾവ് ചെയ്തിട്ട് വേണം വരക്കാൻ. ഓക്കെ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ചെയ്തോണ്ട് ഒരു റീചെക്കിംഗ് പ്രോസസ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആൻസർ പ്ലോട്ട് ചെയ്യാണ്. സോ ഇങ്ങനെ ഉണ്ടാവുക: എ, ബി, സി, ഡി ആൻഡ് ഇ. സി ഫൈനലി നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വേണം അതിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. എന്ത് വേണമെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി ലോങ് എ ലൈൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ദിസ് ഈസ് യുവർ ലോഡിംഗ് ഡയഗ്രാം. സെക്കൻഡ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. തേർഡ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഈ രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. സോ അഗൈൻ എ, ബി, സി, ഡി ആൻഡ് ഇ, റൈറ്റ്, ഓൾ ദ പോയിന്റ്സ്, റൈറ്റ്. നൗ നമുക്ക് നോക്കാം. നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഈസ് ഇ ബി അല്ലെ. ഇ ബി എന്നുള്ള ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി എത്രയായിരുന്നു? ഷിയർ ഫോഴ്സ് അറ്റ് ബി പറഞ്ഞോ? 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. റൈറ്റ് ഡൗൺവേർഡ്സ് ആണ്, പോസിറ്റീവ് ആണ് അല്ലെ. സോ ബി ഇസ് 10 കിലോ ന്യൂട്ടൺ, റൈറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏത് കൺസെപ്റ്റ് എടുത്ത് നോക്കിയാലും നമ്മൾ ഈ ഒരു എന്റെ ഇതിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് 10 കിലോമീറ്റർ വന്നു, ദെൻ അപ് ടു ഇ അത് 10 കിലോ ന്യൂട്ടൺ തന്നെയാണ്, കോൺസ്റ്റന്റ് ലോഡ് ആണ്. അപ് ടു ഇ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ലോഡ്. അറ്റ് ദാറ്റ് പോയിന്റ് എന്തായി? 10ന്റെ കൂടാതെ അവിടെ ഒരു 5 കിലോ ന്യൂട്ടൺ കൂടെ വന്നു. നൗ ദ ലോഡ് ബിക്കംസ് 15 കിലോ ന്യൂട്ടൺ. അഗെയിൻ ഹി ട്രാവൽസ് അല്ലെ. അഗെയിൻ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂവ് ചെയ്യാം. സോ അപ് ടു ഡി അത് കോൺസ്റ്റന്റ് ലോഡ് ആണ്. അറ്റ് ഡി എന്തായി? ഒരു 3 കൂടെ വന്നു. സോ ദാറ്റ് ബിക്കംസ് 18 കിലോ ന്യൂട്ടൺ. And then it is constant up to C. Up to C it is constant, and at C again 1 kilonewton is added, right? 1 kilonewton. That means that becomes 18, 19 kilonewton. 19 kilonewton, and that is constant. Okay, so this is your shear force diagram. ഇനി കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ലേ? ആർക്കും പ്രശ്നമുണ്ടോ? അത് മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ ആണോ? Yes, sir. പറഞ്ഞോ. ഓക്കെ അല്ലേ പറഞ്ഞല്ലേ? നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഞാൻ പറഞ്ഞു, നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് എടുത്താൽ മതി അല്ലെ. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഓൾവേസ് പറഞ്ഞിട്ടുണ്ട്, അറ്റ് ദ ഫ്രീ എൻഡ് യുവർ ബെൻഡിങ് മൊമെന്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 0. സോ അറ്റ് ബി നമുക്ക് 0 തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. നോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ അതുവരെയുള്ളത് ഒന്ന് മറച്ചു പിടിക്കുക അല്ലെ. ഇതുവരെയുള്ള മറച്ചു പിടിക്കുക പറഞ്ഞത് നമുക്ക് ഏതാണ്ട് അറ്റ് ഇ ആണ് ഞാൻ എടുക്കുന്നത്. ഇതുവരെയുള്ള പോർഷൻ ഞാനങ്ങ് മറച്ചു പിടിക്കുകയാണ്. ഓക്കെ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എന്ന് പറഞ്ഞാൽ ഓൺലി ലോഡ് ദാറ്റ് ഈസ് ആക്ടിങ് ഈസ് ദിസ് വൺ. എത്ര? 10 കിലോ ന്യൂട്ടൺ എന്നുള്ള ഒറ്റ ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ ദ ബെൻഡിങ് മൊമെന്റ് ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? 10 into 2 എന്ന് പറഞ്ഞ 10 എന്ന് പറയുന്ന ഫോഴ്സും 2 മീറ്റർ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ടാണ് അവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. ഓക്കെ. സോ ദാറ്റ് മീൻസ് യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ഈസ് ഈക്വൽ ടു 20 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലെ. ആൻഡ് ഇത് ഹോഗിങ് ആണ്, സോ ദാറ്റ് വിൽ ബി നെഗറ്റീവ് അല്ലെ. സോ ദിസ് വാല്യൂ ഇസ് 20 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ. നൗ കമ്മിങ് ടു ഡി. ഓക്കെ, ഡി എന്നുള്ള പോയിന്റ് എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നോക്കുക, രണ്ട് ലോഡാണ് വരുന്നത്. ഒന്ന് 5 കിലോ ന്യൂട്ടൺ, സെക്കൻഡ് വൺ ഇസ് 10 കിലോ ന്യൂട്ടൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ബെൻഡിങ് മൊമെന്റ് ഡി ഇസ് ഈക്വൽ എത്ര വരും? 10 into 3 30 പ്ലസ് 5 into 1 5 അല്ലെ, 35 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ അറ്റ് ഡി ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 35 കിലോ ന്യൂട്ടൺ മീറ്റർ. ശരിയല്ലേ? ഇതുവരെ ശരിയാണോ? പ്രശ്നമുണ്ടോ?
ഈ രണ്ട് സ്റ്റെപ്പിലൊന്നും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ഉണ്ടോ ആർക്കെങ്കിലും ഇഷ്യൂ? പ്ലീസ് എന്തെങ്കിലും ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഇല്ല സർ. ഇല്ല സർ. ഓക്കെ ഫൈൻ. നൗ ബെൻഡിങ് മൊമെന്റ് സി എടുക്കാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് സി എടുക്കുമ്പോൾ അഗൈൻ അതിന് മുമ്പ് 3 ഫോഴ്സസ് വന്നു. അത്ര 10 into 4 അല്ലെ, 10 into 4 40 പ്ലസ് 5 into 2 10, ഇപ്പൊ മൊത്തം 50 ആയി, പ്ലസ് 3 into 1 അല്ലെ 53 വരും അല്ലെ, കറക്റ്റ് അല്ലേ വാല്യൂ? ചെയ്തൊരു മിസ്റ്റേക്ക് ഇല്ലല്ലോ. 53 കിലോ ന്യൂട്ടൺ മീറ്റർ വരും. ഫൈനലി അറ്റ് പോയിന്റ് എ എടുക്കുകയാണെങ്കിൽ 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു എത്ര 5 അല്ലെ, 10 into 5 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് 5, എത്രയായി 50 പ്ലസ് 5 into 3 15, അപ്പൊ 65 ആയി, പ്ലസ് 3 into 2 6 71 ആയി, പ്ലസ് 1 into 1 72 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും അല്ലെ. സോ യുവർ ബെൻഡിങ് മൊമെന്റ് at A is equal to 72 kilonewton meter. Okay. Now how will you join all these points? അതാണ് അടുത്ത ചോദ്യം അല്ലെ. ഇവിടെ നമ്മളെ സെക്കൻഡ് റൂൾ നോക്കുക. സെക്കൻഡ് റൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആണ് your shear force diagram എങ്കിൽ your bending moment diagram will be an inclined straight line. So join all the points by an inclined straight line. Okay. So this is your bending moment diagram. കിട്ടിയോ ഇതിങ്ങനെ? shear force diagram when bending moment diagram. കിട്ടിയിരുന്നോ? ഇത് ക്ലിയർ ആണോ? പ്രശ്നമൊന്നുമില്ല. റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, സോറി, കാന്റിലിവർ ബീം സബ്ജക്റ്റഡ് ടു UDL. ഓക്കെ, നമ്മൾ ഇതുവരെ പോയിന്റ് ലോഡിന്റെ കേസാണ് നോക്കിയത്. ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, okay, so okay, so second case ആയിട്ട് cantilever beam subjected to uniformly distributed load or UDL. Okay, so what happens to a cantilever beam when it is subjected to a uniformly distributed load? Okay, നമുക്ക് ഒരു ജനറൽ കേസ് എടുത്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, സോ കൺസിഡർ a cantilever beam with UDL throughout the length of the beam. Okay, so ഏതാണ്ട് ഇതുപോലത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു കാന്റിലിവർ ബീമിന്റെ കംപ്ലീറ്റ് എൻറ്റയർ ലെങ്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, സോറി, okay, so let us consider a cantilever beam okay, ഒരു കാന്റിലിവർ ബീം അതില് ആക്ട് ചെയ്യുന്നത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. ഞാൻ പറഞ്ഞു രണ്ട് തരത്തിൽ തന്നെ റെപ്രസെന്റ് ചെയ്യും. ഒന്ന് യൂഷ്വൽ കേസ് നമ്മൾ ഏതൊരു ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഇതുപോലെ തന്നെയാണ് കാണാം. ഓക്കെ, സോ ദിസ് ഈസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് റെപ്രസെന്റേഷൻ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഒരു കാന്റിലിവർ ബീം അതിന്റെ മുകളിലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് ഇതുപോലെ ഉണ്ടാവും. ഈ രണ്ട് തരത്തിലുള്ള റെപ്രസെന്റേഷൻ ഇവിടെ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, നൗ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ബീമിന്റെ കേസിൽ ലോഡ് എങ്ങനെ തരുന്നു പറഞ്ഞാൽ the given load will be something like this. Okay, it is W Newton per meter എന്ന് പറയും. It is small w. Weight acting is W Newton per meter എന്ന് പറഞ്ഞാൽ W is the load acting at ഒരു പെർ മീറ്റർ വെയിറ്റ് ആണ് W എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു കാന്റിലിവർ ബീം നമുക്കൊന്ന് സങ്കല്പിക്കാം. അതിന്റെ മുകളിൽ ഒരുപാട് ചെത്തുകല്ല് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് വിചാരിക്കാം. ഓക്കെ, ചെത്തുകല്ല് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും അല്ലെ.
നിരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട്. ഇതെല്ലാം ഓരോ ചെത്തുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ 1, 2, 3, 4 അങ്ങനെ ഇങ്ങനെ അങ്ങ് നിരത്തി വെച്ചൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡബ്ല്യു ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത് വെയിറ്റ് പെർ മീറ്റർ. അപ്പൊ ഇത് 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 ഒരു ഇത് വിത്തിൻ 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി എ യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ് ലെങ്ത് ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു ചെത്തുകല്ലിന്റെ ലെങ്ത് യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ഓക്കെ, ആ ചെത്തുകല്ലിന്റെ വെയിറ്റ് ആണ് ഡബ്ല്യു. ഓക്കെ, ഒരു കല്ലിന്റെ വെയിറ്റ് ഡബ്ല്യു ആണെങ്കിൽ എനിക്ക് പറയാം പിന്നെ അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ ലെങ്ത്തിൽ വരുന്ന ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇൻറ്റു 5 ചെയ്താൽ മതി അല്ലെ. ഒന്നിന്റെ ഇപ്പൊ 5 അങ്ങനെയാണെങ്കിൽ 5 ചെത്തുകല്ലിന്റെ വെയിറ്റ് എത്ര എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഒരു മീറ്ററിൽ ഒരു ചെത്തുകല്ലാണ് വെക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ 5 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് എത്ര അല്ലെ. So here the representation is something like this. The weight is given as weight per unit length. Okay, weight per unit length. Normally weight Newton per meter എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ weight per W is the നമുക്ക് അല്ലെങ്കിൽ യൂഷ്വൽ കേസിൽ വരികയാണെങ്കിൽ W അങ്ങനെ പറയാം, W is weight per unit length. Okay, W per meter എന്നോ അങ്ങനെ കേട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, W ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് തന്നെയാണ് പലപ്പോഴും ഉണ്ടാവുക. ബേസിക്കലി ന്യൂട്ടൺ ബൈ എന്താണ് നമ്മുടെ ലെങ്ത് ഇൻ മീറ്ററിലാണ് തന്നതെങ്കിൽ. ഓക്കെ, സോ ദിസ് റെപ്രസെന്റ്സ് വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, കഴിഞ്ഞ കേസിൽ പോയിന്റ് ലോഡ് തരുന്ന പോലെ ഒരു ടോട്ടൽ ലോഡ് ആയിരിക്കില്ല, ഒരു പോയിന്റിൽ വരുന്ന ടോട്ടൽ ലോഡ് ആയിരിക്കില്ല. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു സെക്ഷനിലെ വെയിറ്റ് മാത്രമാണ് ഇവിടെ തരുന്നത്. ഓക്കെ, സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇഫ് ദ ലെങ്ത് ഓഫ് ദിസ് ബീം ഈസ് എൽ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഡബ്ല്യു ഇൻറ്റു എൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ വെയിറ്റ് കിട്ടുള്ളൂ. കാരണം W is the weight per unit length ആണ്. Okay, so you have to multiply with the total length to find the total weight acting on the beam. That's it. Okay, logic clear ആണോ? Right. Okay, so with this basic understanding നമുക്ക് ഇതിന്റെ shear force diagram and bending moment diagramത്തിന്റെ കൺസെപ്റ്റിലേക്ക് പോവാം. Okay, ഇത് കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് വരും കേട്ടോ. Okay, now okay, let us move on to this shear force diagram. Correct. So again, ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് so you have to mark the main points. Okay, this be the first point, second point, and again okay, these are the two main points for the uniformly distributed load. Now ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, when you consider a uniformly distributed load, the load will be concentrated at the center അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാൻ പറയാം, നിങ്ങൾ രാവിലെ എത്ര പേര് രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്? അല്ല ഉറങ്ങി എണീറ്റ് നേരെ ബെഡിൽ തന്നെ നേരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണോ, അല്ല എക്സസൈസ് ചെയ്യാറുണ്ടോ? അതൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ എത്ര പേര് എക്സസൈസ് ചെയ്യും? ആരും ഇല്ലേ? ഒരാളും ചെയ്യില്ലേ? ആരും? അമിത്തും ഇല്ലേ? നമ്മള് പാവം സാർ. പാവങ്ങൾ എക്സസൈസ് ചെയ്യില്ല? പാവങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യില്ല? അതുകൊണ്ടല്ലോ ഫുഡ് കഴിക്കുക. ഓക്കെ, അപ്പൊ എന്താ ആകാശം എന്തോ പറയുന്നുണ്ട്? ആകാശം പറഞ്ഞോ? ഇല്ല. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പൊ എക്സസൈസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം പുഷപ്പ് എടുക്കലായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മള് 2 ടേബിള് അടുപ്പിച്ച് വെച്ചിട്ട് ആ ഒരു ടേബിളില് നിങ്ങൾ 2 കൈയും വെച്ചു, അടുത്തൊരു ടേബിളില് 2 കാലും വെച്ചു, നമ്മൾ അത് നേരെ കിടക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നേരെ കൺസെപ്റ്റ് മനസ്സിലായത്, നമ്മള് 2 കൈ ഒരു സ്ഥലത്ത് വെച്ചു, 2 കാല് വേറെ ടേബിളിൽ വെച്ചു, നമ്മളെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ല. ഓക്കെ, ഏതാണ്ട് പുഷപ്പ് എടുക്കുന്നതിനേക്കാളും ഏതാണ്ട് അതുപോലത്തെ ഒരു പൊസിഷൻ, പക്ഷെ കൈ നിവർത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, നമുക്ക് എത്ര നേരം അങ്ങനെ നിൽക്കാൻ കഴിയും? കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളെ നടു ഇങ്ങനെ താഴാൻ തുടങ്ങും, ശരിയല്ലേ? അല്ലേ? നമ്മൾ നടുവിലൊരു വെയിറ്റ് വരും, നമ്മളിങ്ങനെ താഴാൻ തുടങ്ങും, ഇങ്ങനെ നടുക്കേക്ക് ഇങ്ങനെ താണ അവസാനം നമുക്ക് വെയിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മള് കാല് കുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ വരും, ശരിയല്ല?
ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയുടെ വെയിറ്റ് ഈസ് ആക്ച്വലി കോൺസെൻട്രേറ്റഡ് അറ്റ് സം പോയിന്റ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ശരീരത്തിന്റെ ഓൾമോസ്റ്റ് സെന്റർ സംവർ ആണ് നമ്മളെ കംപ്ലീറ്റ് എൻറ്റയർ ബോഡി വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതിനാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയാം. റൈറ്റ്. അപ്പോൾ സിമിലർലി ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ലോഡ് വിൽ ബി കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ അല്ലെ, അറ്റ് ദ സെന്റർ പോയിന്റ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിലായിരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് ഇതൊരു റെക്ടാംഗുലർ സെക്ഷൻ പോലെ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി കോൺസെൻട്രേറ്റഡ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ. ഓക്കെ, അറ്റ് ദ സെന്റർ ഓഫ് ദിസ് വൺ. റൈറ്റ്. ഇതിന്റെ മെയിൻ എഫക്ട് വരുന്നത് സെന്റർ പോർഷനിലേക്കായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് ബേസ് ചെയ്ത് നമുക്ക് ഷേപ്പ് ഫോഴ്സ് ഡയഗ്രാം, മിനിമം മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോകാം. ഓക്കെ, സോ വെൽ കൺസ്ട്രക്ടിങ് യുവർ ഷേപ്പ് ഫോഴ്സ് ഡയഗ്രാം, നമുക്ക് ലോജിക് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് ഒക്കെ സെയിം തന്നെയാണ്. സോ വി ഹാവ് മാർക്ക് ടു മെയിൻ പോയിന്റ്സ്. തേർഡ് പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എടുക്കാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ പറഞ്ഞു, നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കാം. ഇവിടെ ആകെ ഒരു സെക്ഷനേ ഉള്ളൂ. സോ അതുപോലെ തന്നെ എടുക്കാം, നമുക്ക് ടെക്നിക് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. സോ ഫോർ ദ സെക്ഷൻ എ ബി, യുവർ ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് let us consider an arbitrary section xx. ഇവിടെ നമുക്കൊരു സിമ്പിൾ സെക്ഷൻ എടുക്കാം, xx, which is at a distance x from the free end. Okay, right. Now in general ഞാൻ പറയാണ്, your shear force, നമുക്ക് b എന്ന് എടുക്കണ്ട, നമുക്ക് shear force in general ഞാൻ പറയാണ്, your shear force at section x is equal to shear force at section, ഈ section xx ലെ shear force is equal to w into x ആയിരിക്കില്ലേ? ആണോ അല്ലയോ? shear force at the section xx, w is the weight per unit length into എത്ര ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് x ആണ്. Okay, let the total length be l. Okay, എന്ന് വെച്ചാൽ ഇതുവരെയുള്ള ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി w into x ആണോ? ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? നല്ല പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങളെ കാണുന്നില്ല. പറയാം. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആവണം. ഇതൊന്നും ഒന്നുമല്ല, ഇനിയാണ് കാര്യമായിട്ടുള്ള വരാൻ പോകുന്നത്. ഓക്കെ, ഇത് ബേസിക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പോകണം. എന്തെങ്കിലും എവിടെയും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ പറയാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, സോ കാന്റിലിവർ ബീം വിത്ത്, ഇപ്പൊ ഇവിടെ കാന്റിലിവർ ബീം ഈസ് സബ്ജക്ട് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലേക്ക് വരാം. ഓക്കെ, ഈ ഒരു ചെറിയ പോർഷന്റെ വെയിറ്റ് ആണ് W. ഓക്കെ, ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത ഈ ഒരു പോർഷന്റെ വെയിറ്റ് ആണ് W. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു പറഞ്ഞാല്, ഒരു സെക്കൻഡ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് വരക്കാം, ഒന്നുകൂടെ വരക്കാം. ഓക്കെ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല്, ഈ ഒരു ചെറിയ പോർഷന്റെ വെയിറ്റ് ആണ് സ്മോൾ w. ഇതാണ് സ്മോൾ w. റൈറ്റ്. നൗ ഞാനിപ്പോ ചെയ്തൊരു കാര്യം എന്താ, ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുത്തു. ലെറ്റ് ദ സെക്ഷൻ ബി xx അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ ഫ്രീ എൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദിസ് xx ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദിസ് xx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ എടുക്കുക. ഒരാൾ ഇവിടുന്ന് ഒരു എൻഡിൽ നിന്ന് നടന്നു വരികയാണ്. ഓക്കെ, ഒരു എൻഡിൽ നിന്ന് നടന്നു വരികയാണ്. ഇവിടെ ഒരുപാട് കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഓരോ കല്ലിനെയും ഒരേ വെയിറ്റ് ആണ്. അപ്പൊ ആള് ആശാൻ വന്ന് ഫസ്റ്റ് കല്ലെടുത്തു, W ആണ് അയാളുടെ വെയിറ്റ്, അയാളുടെ കയ്യിലുള്ള വെയിറ്റ്. അടുത്ത സ്റ്റെപ്പിൽ വരണമെങ്കിൽ അയാൾക്ക് ഈ വെയിറ്റും കൂടെ എടുക്കണം. അടുത്ത സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ ഈ വെയിറ്റ് കൂടെ എടുക്കണം. അപ്പൊ ഇത്രയും വെയിറ്റ് അയാളുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പൊ ഇത്രയാണ് അയാളുടെ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എൻഡിൽ നിന്ന് വെയിറ്റിനെ എങ്ങനെ ആഡ് ചെയ്ത് വരുന്ന കേസാണ് അല്ലെ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അയാളുടെ കയ്യിൽ എത്ര വെയിറ്റ് ഉണ്ട്, അതാണ് അവിടുത്തെ ഷിയർ ഫോഴ്സ്. അല്ലെ. അപ്പോ സെയിം കാര്യം തന്നെ. സോ ഫസ്റ്റ് കട്ടയുടെ വെയിറ്റ് W ആണെങ്കിൽ അറ്റ് സം ഡിസ്റ്റൻസ് എക്സിൽ എത്ര വെയിറ്റ് ആയെന്ന് വെച്ചാൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ W വിത്ത് എക്സ് അല്ലെ. ഷിയർ ഫോഴ്സ് W into x, ശരിയല്ലേ? W is the weight and x is the distance. അപ്പൊ ടോട്ടൽ വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര തന്നെയാണ്. ഒരു ആപ്പിളിന് 10 രൂപയെങ്കിൽ 5 ആപ്പിളിന് എത്ര ഇൻറ്റു 5 അല്ലെ. 5 ആപ്പിളിന് എത്രയെന്ന് വെച്ചാൽ 50 രൂപ അല്ലെ. അതേപോലെ തന്നെ ഒരു കല്ലിന്റെ വെയിറ്റ് ഇത്രയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ W ആണെങ്കിൽ
x distance travel ചെയ്ത, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് ന്യൂമറിക്കൽ വാല്യൂയിൽ കാണാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് ദ വാല്യൂ ബി 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് വിചാരിക്കാം. 2 കിലോ ന്യൂട്ടൺ ആൻഡ് ലെറ്റ് ദ ഡിസ്റ്റൻസ് ബി 3 meters. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യു വെയിറ്റ് W is equal to 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓരോ മീറ്ററിലും നമുക്കുള്ള വെയിറ്റ് 2 കിലോ ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് അറ്റ് 3 meter എത്രയാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? 2 into 3 ചെയ്യും. ദാറ്റ് ഈസ് 6 കിലോ ന്യൂട്ടൺ അല്ലെ? ശരിയല്ലേ? 6 kilo Newton is the weight. So same കാര്യമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. So shear force at section XX is equal to W into X. Clear ആണോ? Okay. സാറ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കി ക്ലാരിറ്റി തനിയെ വന്നോളൂ. ഓക്കെ, അപ്പൊ എന്റെ കൂടെ തന്നെ നിൽക്കുക. സോ ദ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ XX is equal to W into X. Now, സോ അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഇത് ജനറലൈസ്ഡ് ഫോം ആയ ഷിയർ ഫോഴ്സ് അറ്റ് B എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുമ്പോൾ ഈ സെക്ഷനെ ഞാൻ വരിച്ച് B എന്നുള്ള പോയിന്റിൽ കൊണ്ടുവന്നാൽ, ഓക്കെ, ഈ സെക്ഷൻ B എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? യുവർ X വാല്യൂ വിൽ ബിക്കം ഈക്വൽ ടു 0. ശരിയല്ലേ? സോ ദാറ്റ് മീൻസ് this is equal to W into 0. So shear force at B will be equal to 0. ശരിയല്ലേ? ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W into X ആണ് ഷിയർ ഫോഴ്സ് കിട്ടുക. ഈ കംപ്ലീറ്റ് സെക്ഷനിലെ ലെങ്ത് മാറുന്നതിനനുസരിച്ചിട്ട് ഷിയർ ഫോഴ്സ് മാറും. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് B എന്ന് പറയുമ്പോൾ യുവർ ആക്ച്വലി അറ്റ് B എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ XX എന്നുള്ള സെക്ഷൻ B എന്നുള്ള പോയിന്റ് എത്തുമ്പോൾ യുവർ X വാല്യൂ വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം 0. ഓക്കെ, therefore your shear force at B is equal to 0. Okay, now similarly your shear force at A is equal to എന്ത് വരും? W into X ന് പകരം എന്താ? ഈ XX എന്നുള്ള സെക്ഷൻ വലിച്ച് ഈ ഒരു പോയിന്റ് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, ഓക്കെ, യുവർ X വാല്യൂ വിൽ ബിക്കം, എപ്പോഴാണ് ഷിയർ ഫോഴ്സ് A എടുക്കുക? when your X value is equal to L അല്ലെ? So your shear force at A is equal to W into L എന്ന് കിട്ടും. റൈറ്റ്. സോ ഇതാണ് രണ്ട് പോയിന്റും ഷിയർ ഫോഴ്സ് വാല്യൂസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. റൈറ്റ്, കൂടി ഉണ്ടോ? ക്ലിയർ ആണോ? അല്ല കിളി പോയോ? ക്ലിയർ. ഓക്കെ, ഓട്ടെ, നമ്മളോട് പോ. റൈറ്റ്. Okay, so shear force at A is equal to W into L. Right. Now, ഇത് നോക്കേണ്ട കാര്യം ഇനി ഇതിന്റെ സൈൻ കൺവെൻഷൻ ആണ്. ഓക്കെ, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഡൗൺവേർഡ്സ് തന്നെയാണ് എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. സോ ദ വാല്യൂ ഈസ് പോസിറ്റീവ്. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് B is 0, ഷിയർ ഫോഴ്സ് അറ്റ് A is positive W into L. ഓക്കെ, ഇത്രയാണ് ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ്. Now, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. സോ സിമിലർലി, സോ അങ്ങനെയാണെങ്കിൽ അഗെയിൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ XX തന്നെ നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ, ഈ ഒരു ആർബിട്രറി സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ദ ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ബെൻഡിങ് മൊമെന്റ്. റൈറ്റ്, ലോഡ് ആക്ടിങ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെക്ഷൻ ആൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. റൈറ്റ്, അപ്പൊ നമുക്ക് നോക്കാം. സോ ലോഡ് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ആക്ട് ചെയ്യുന്ന ലോഡാണ് അല്ലെ? ഇവിടം തൊട്ട് ഇവിടം വരെ ആക്ട് ചെയ്യുന്ന ലോഡാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ലോഡ് ഇസ് നത്തിങ് ബട്ട് W into X will give you the load. W is the weight per unit meter, X is the length, so W into X will give you the total load acting at this section. Okay, total load acting at this section. Right, into എന്ത് വേണം? You have to multiply it with the perpendicular distance. Perpendicular distance എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, the distance is taken from the center of gravity. അല്ലെ, ഇതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഞാൻ പറഞ്ഞു the load is concentrated at the center of gravity. എന്ന് വെച്ചാൽ ഈ ഒരു ഞാൻ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ center of mass is concentrated at this point. Okay, so this is the perpendicular distance and the distance is nothing but X by 2. Total X ആണെങ്കിൽ കറക്റ്റ് അതിന്റെ സെന്ററിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് വരിക. Right, so into X by 2 is the perpendicular distance. So that means your equation becomes W X square by 2. Clear? Right, so അങ്ങനെയാണെങ്കിൽ your bending moment at B, bending moment at B കാണാൻ substitute X is equal to 0 അല്ലെ? X 0 ആകുമ്പോഴാണ് സെക്ഷൻ XX B യിൽ എത്തുക. Okay, so bending moment at B you will get it as 0 and bending moment at A നോക്കിക്കഴിഞ്ഞാൽ your X value will become എത്ര? L ആവും അല്ലെ? So when
എപ്പോഴാണ് when x is equal to L ആകുമ്പോഴാണ് അല്ലെ. So that becomes W L square by 2. Okay, so these are the values. These are the different values. Based upon this, you can draw the shear force diagram and bending moment diagram. Okay, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ അത് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇത് ഞാൻ നേച്ചർ ഓഫ് കർവ് ഒക്കെ എങ്ങനെ വന്നു എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ജനറൽ എക്സ് എന്നുള്ള വാല്യൂ എടുത്തിട്ട് പറഞ്ഞത്. ഓക്കെ, കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, റൈറ്റ്. നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. സോ ഇതുപോലെയാണ് യുവർ ലോഡിംഗ് ഡയഗ്രാം, W per unit meter, right? Now, so shear force diagram and bending moment diagram, right? Okay, ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നോക്കിയിട്ടില്ല. സംഭവം ഹോഗിംഗ് ആണ്. ഹോഗിംഗ് ആയതുകൊണ്ട് തന്നെ സാഡ് മൊമെന്റ് ആണ് -WL²/2 ആണ് വരിക, റൈറ്റ്? നൗ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ കേസിൽ again will mark A and B. Again will mark A and B. Now shear force at B, നമുക്കറിയാം it is 0, right? And shear force at A is positive W into L, right? It is positive W into L, right? Now how will you join these two? Okay, എങ്ങനെ ജോയിൻ ചെയ്യും? രണ്ട് വാല്യൂ കിട്ടി. ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആണ്, ഷിയർ ഫോഴ്സ് അറ്റ് എ W into L ആണ്. ഇതിന് രണ്ടിനെയും നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യും? കർവ് ആണോ? അതാണ് സെക്കൻഡ് റൂളിലേക്ക് ഒന്ന് പോയി നോക്കിയേ. സെക്കൻഡ് റൂളിലെ സെക്കൻഡ് പോയിന്റ്, എടുക്കാം. എന്താ പറയുന്നത്? സെക്കൻഡ് റൂളിലെ സെക്കൻഡ് പോയിന്റ്. ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. ഇവിടെ ലോഡ് ആക്ടിങ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈസ് എൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, യു ക്യാൻ സീ ദ ഇക്വേഷൻ. ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ W into X ആണ് അല്ലെ. ജനറൽ ഇക്വേഷൻ W into X ആണ്. എന്ന് വെച്ചാൽ this in the form y is equal to mx. അത് ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേരിയേഷൻ വരുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ വേരിയേഷൻ ആയിരിക്കും. സിമിലർലി ബെൻഡിങ് മൊമെന്റ് കേസിൽ വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി is equal to 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്നത് WL²/2 ആണ് അല്ലെ. WL²/2. അഗെയിൻ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യും? നോക്കി അതേ റൂളിൽ തന്നെ നോക്കി ഇത് എങ്ങനെ ജോയിൻ ചെയ്യും? സെക്കൻഡ് ഡിഗ്രി കർവ് വെച്ചിട്ട് അല്ലെ. സെക്കൻഡ് ഡിഗ്രി കർവിനെ നമുക്ക് രണ്ട് തരത്തിലൊരു കർവ് ഇവിടെ പ്ലോട്ട് ചെയ്യാം. അതാണ് ഇതിന് അടുത്ത പ്രശ്നം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ക്യാൻ സീ ദ ജനറൽ ഇക്വേഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനറൽ ഇക്വേഷൻ എടുത്തത്. ജനറൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ WX²/2 ആണ് അല്ലെ. X², സെക്കൻഡ് ഡിഗ്രി അല്ലെ. വേരിയേഷൻ ഈസ് അലോങ് ദ സെക്കൻഡ് ഡിഗ്രി കർവ്. ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി വേരിയേഷൻ അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി കർവ് എനിക്ക് രണ്ട് തരത്തിൽ വരക്കാം. ഓക്കെ, അതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരക്കാം സെക്കൻഡ് ഡിഗ്രി കർവ്, അതുപോലെ എനിക്ക് ഇങ്ങനെയും വരക്കാം, റൈറ്റ്? എങ്ങനെ വേണമെങ്കിൽ വേരിയേഷൻ വരക്കാം. അപ്പൊ ഇതിൽ ഏത് സെലക്ട് ചെയ്യുന്നത് ചോദിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് റൂള് വരുന്നത്. തേർഡ് റൂള് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? തേർഡ് റൂള്, യുവർ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം is equal to shear force and slope of shear force diagram is equal to rate of loading എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. We'll be using this first rule, slope of bending moment diagram is equal to shear force. നമുക്ക് ഇത് നോക്കാം. ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. The shear force at B is equal to 0 അല്ലെ. shear force at B is equal to 0. ഓക്കെ, അങ്ങനെ ആവുമ്പോ shear force 0 ആവുമ്പോ shear force value is 0. അങ്ങനെ ആവുമ്പോൾ എന്താവും? സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ഓൾസോ ബി 0 ആയിരിക്കണം. ഈ പോയിന്റിൽ സ്ലോപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം 0 ആയിരിക്കണം, റൈറ്റ്? സ്ലോപ്പ് മസ്റ്റ് ബി ഈക്വൽ ടു 0, റൈറ്റ്? കാരണം എന്താ? സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഈസ് നത്തിങ് ബട്ട് ദ ഷിയർ ഫോഴ്സ്. അഗെയിൻ സെക്കൻഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ യുവർ ഷിയർ ഫോഴ്സ് വാല്യൂ ഈസ് മാക്സിമം. അപ്പൊ എന്തായിരിക്കണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ
slope should be maximum at this point. ഓക്കെ, നമ്മൾ ഏതൊരു കർവിന്റെയും സ്ലോപ്പ് കണ്ടെത്താൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ടാൻജന്റ് വരക്കുക എന്നാണ്. ഓക്കെ, ടാൻജന്റ് വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ സ്ലോപ്പ് മനസ്സിലാവുക. ഓക്കെ, ഇവിടെ ഇവിടെ ബി എന്നുള്ള പോയിന്റിൽ സ്ലോപ്പ് 0 ആവണമെങ്കിൽ സ്ലോപ്പ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ്. ഇവിടെ നമ്മൾ സ്ലോപ്പ് നോക്കും. ഓക്കെ, എനിക്ക് ഇവിടെ രണ്ട് തരത്തിൽ സ്ലോപ്പ് വരക്കാം. ഇത് എന്റെ ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം, ഇത് സെക്കൻഡ് കേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്കൊരു ഡിഫറെന്റ് കളർ ഉപയോഗിക്കാം. ഈ ഫസ്റ്റ് പോയിന്റ് ഞാനൊരു സ്ലോപ്പ് വരക്കുകയാണെങ്കിൽ, ഫസ്റ്റ് കർവിലേക്ക് ഞാൻ സ്ലോപ്പ് വരക്കുന്നത് ഇങ്ങനെയായിരിക്കും എന്റെ സ്ലോപ്പ് ഉണ്ടാവുക. ഓക്കെ, എലോങ് ദ എക്സ് ആക്സിസ് ആണ് ഉണ്ടാവുക. എലോങ് സെക്കൻഡ് കർവിലൂടെയാണ് ഞാൻ സ്ലോപ്പ് വരയ്ക്കുന്നെങ്കിൽ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ ആയിരിക്കും എന്റെ സ്ലോപ്പ് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് കേസിൽ തീറ്റ സ്ലോപ്പ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സെക്കൻഡ് കേസിൽ ഒരു ഫൈനൈറ്റ് തീറ്റ വാല്യൂ ഉണ്ട്. ഓക്കെ, നേരെ തിരിച്ച് നമുക്ക് രണ്ടാമത്തെ എൻഡിലേക്ക് വരാം. രണ്ടാമത്തെ എൻഡിൽ വന്നാല് അഗെയിൻ നമുക്ക് സ്ലോപ്പ് നോക്കാം. ഇവിടെ ഇതാണ് എന്റെ ആക്സിസ് വരിക. സോ ഈ ഒരു പോർഷനിൽ സെക്കൻഡ് കർവിന്റെ കേസിൽ യു വിൽ ഗെറ്റ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഫസ്റ്റ് കർവിന്റെ കേസിൽ യു വിൽ ഗെറ്റ് എ ഫൈനൈറ്റ് തീറ്റ. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് ഫ്രം ദ ടു കർവ്സ് യുവർ ഫസ്റ്റ് വൺ ഇസ് ദ റിക്വയർഡ് കർവ്. ഓക്കെ, കാരണം എന്താ, ഫസ്റ്റ് കർവ് ബി എന്നുള്ള പോയിന്റിൽ യുവർ സ്ലോപ്പ് വാല്യൂ ഇസ് 0, ഈ ഒരു പോയിന്റിൽ സ്ലോപ്പ് വാല്യൂ ഇസ് മാക്സിമം. ഓക്കെ, സെക്കൻഡ് പോയിന്റിൽ യുവർ സ്ലോപ്പ് വാല്യൂ ഇസ് മാക്സിമം, ഇവിടെ സ്ലോപ്പ് വാല്യൂ ഇസ് മിനിമം. So you have to select this particular curve, your first curve. Okay, ഏതാണ്ട് ക്ലിയർ ആണോ? കലങ്ങിയോ? ഫുൾ കലങ്ങാണ്ട് പോയോ? എന്താണ് അവസ്ഥ? യെസ്, പറ എന്താണ് അവസ്ഥ? എന്താണ്? സാറേ ലാസ്റ്റ് സ്ലോപ്പിന്റെ മനസ്സിലാ? ഓക്കെ, ഓക്കെ, ഒന്നുകൂടെ പറയാം. സ്ലോപ്പിന്റെ കേസ് ഒന്നുകൂടെ പറയാം. കർവ് വന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ജനറൽ പ്രോബ്ലം ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ ഒന്നുകൂടെ ക്ലിയർ ആവും. റൈറ്റ്, ഓക്കെ, നമുക്കിത് കർവിനൊന്ന് അടുത്ത പേജിലേക്ക് കൊണ്ടുവരാം. ഇതാണ് എന്റെ ലോഡിംഗ് ഡയഗ്രാം വന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, രണ്ട് വാല്യൂസ് ആയി. ഇനി കർവിലാണ് പ്രശ്നം അല്ലെ? അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. സി, ഏതൊരു ഫിഗർ എടുത്താലും നമുക്ക് അതിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ, ഇപ്പം ഏതൊരു പെർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് എടുക്കണമെങ്കിലും, സ്ലോപ്പ് ഈസ് ആക്ച്വലി, ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റിൽ ഇതൊരു കർവ് ആണ്. ഇതിന്റെ ഈ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റിൽ സ്ലോപ്പ് എനിക്ക് അറിയണമെന്ന് വിചാരിക്കാം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യു ജസ്റ്റ് ഡ്രോ എ ടാൻജന്റ്. ഓക്കെ, ദിസ് ഇസ് യുവർ ടാൻജന്റ്. നൗ അത് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് അതിന്റെ സ്ലോപ്പ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ സ്ലോപ്പ്. ഇത് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളായി. ഷിയർ ഫോഴ്സ് ഡയഗ്രാം കഴിഞ്ഞു, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വന്നു. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ, രണ്ട് തരത്തിൽ കർവ് വരുന്നുണ്ട്. ഇതിൽ ഏത് കർവ് ഞാനിത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതിനുള്ള ലോജിക് ഇതാണ്. സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇസ് യുവർ ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിൽ 0 ആണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മസ്റ്റ് ഓൾസോ ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ മിനിമം ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഷിയർ ഫോഴ്സ് മാക്സിമം ആണെങ്കിൽ അവിടുത്തെ ആ പോയിന്റിലെ സ്ലോപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മാക്സിമം ആയിരിക്കണം. ഇതാണ് റിലേഷൻ. ഓക്കെ, ഇത് മനസ്സിലാക്കാം. നമുക്ക് ഇനി ഡയഗ്രത്തിലേക്ക് വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് ആണല്ലേ, എയും ബിയും ആണ് ഉള്ളത് അല്ലെ? ബി എന്നുള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആണ്. അപ്പൊ എന്തായിരിക്കണം? സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അറ്റ് ബി മസ്റ്റ് ഓൾസോ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബി എന്നുള്ള പോയിന്റിൽ നമുക്ക് സ്ലോപ്പ് വരച്ചു നോക്കാം. ഓക്കെ, ബി എന്നുള്ള പോയിന്റിൽ എനിക്ക് രണ്ട് ഓപ്ഷൻ ആണ്. ഞാൻ അതിൽ ആദ്യത്തെ കർവ് എടുക്കുകയാണ്. ഇങ്ങനെയാണ് എന്റെ ഒരു കർവ്, എനിക്ക് ഇങ്ങനെ വരക്കാം ഫസ്റ്റ് കർവ്. അപ്പൊ ഈ പോയിന്റ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നു നോക്കാം. ഷിയർ ഫോഴ്സ് ഈ പോയിന്റിൽ 0 ആണ്. അപ്പൊ ഈ കർവിൽ ഞാൻ ഒരു സ്ലോപ്പ് വരക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ പോയിന്റ്. ആ പോയിന്റ് നിന്ന്
ഞാനൊരു സ്ലോപ്പ് വരക്കാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞ ഒരു ടാൻജന്റ് വരക്കാണ്. യെസ്, ടാൻജന്റ് ഞാൻ വരക്കുമ്പോൾ ഇറ്റ് ഇസ് പാസിംഗ് അലോങ് ദ എക്സ് ആക്സിസ്. ദാറ്റ് മീൻസ് തീറ്റ വാല്യൂ ഇസ് 0. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. ഫൈൻ. ഷിയർ ഫോഴ്സ് 0 ആണ്. ഷിയർ ഫോഴ്സ് 0 ആണ്. സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം 0 ആണ്. ഓക്കെ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിൽ എടുക്കാം. എ എന്നുള്ള പോയിന്റിലേക്ക് വരാം. എ എന്നുള്ള പോയിന്റിലേക്ക് വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഇവിടെ മാക്സിമം ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് വാല്യൂ ഇസ് മാക്സിമം. നൗ അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കണം? ഡി എം ബൈ ഡി എക്സ്, സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം മാക്സിമം ആയിരിക്കണം. നമുക്ക് ഇതേ കർവിന്റെ കേസ് തന്നെ നോക്കാം. ഈ പോയിന്റിൽ വെച്ച് ഞാൻ ഒരു ടാൻജന്റ് വരക്കാണ്. ഓക്കെ, എനിക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു ടാൻജന്റ് കിട്ടുക? ശരിയല്ല, ഇതുപോലെ ഒരു ടാൻജന്റ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ. ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ. ഓക്കെ, നോക്കിയാല് it is making an angle theta with the x-axis. Okay, so ഒരു maximum theta value കൂടെ അവിടെ ഉണ്ട്. Okay, so that means your slope value is maximum. So അങ്ങനെയാണെങ്കിൽ, so based on this condition എനിക്ക് പറയാം this is the required curve. ഇനി കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് അടുത്ത കർവ്, മറ്റേ ഓപ്ഷൻ നോക്കാം. നമുക്ക് കർവ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നും നോക്കാം. ഓക്കെ, അടുത്തൊരു ഓപ്ഷനുള്ള കർവ് നമുക്ക് ഇങ്ങനെയായിരുന്നു അല്ലെ, ഇതുപോലൊരു കർവ് ആയിരുന്നു. റൈറ്റ്, ഇങ്ങനെയാണ് കർവെങ്കിൽ എനിക്ക് നമുക്ക് ഈ ഒരു പോയിന്റ് എന്നുള്ള ടാൻജന്റ് വരച്ചു നോക്കാം. ഈ ഒരു പോയിന്റ് ഞാൻ ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ഓക്കെ, ഇതുപോലെ ആയിരിക്കും ടാൻജന്റ് വരിക. ഒരു ഫൈനൈറ്റ് തീറ്റ, തീറ്റ മാക്സിമം വാല്യൂ വരും. ഈ ഒരു പോയിന്റ് ആണ് വരക്കുന്നെങ്കിൽ ടാൻജന്റ് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. സോ ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റിൽ തീറ്റ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, തീറ്റ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇവിടെ എന്താ കിട്ടിയേ? ഡി എം ബൈ ഡി എക്സ് വാല്യൂ മാക്സിമം ആണ് എന്ന് വെച്ചാൽ ഇവിടെ ഷിയർ ഫോഴ്സ് വാല്യൂ മാക്സിമം ആണ് വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ഷിയർ ഫോഴ്സ് വാല്യൂ നമുക്ക് ഇവിടെ 0 ആണ് വരുന്നത്. ഓക്കെ, സോ therefore this is not the case. ഇത് തെറ്റാണ്. You have to go with the first case. അതെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ, ബാക്കിയുള്ള നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. മൾട്ടിപ്പിൾ പ്രോബ്ലംസ് നമ്മൾ വരുന്നതിനനുസരിച്ചിട്ട് അത് ക്ലിയർ ആവും. അത് എക്സ് വാല്യൂ വേരിയബിൾ എല്ലാം വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കൺഫ്യൂഷൻ വരിക. പക്ഷെ അത് അഡീഷണൽ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ എല്ലാം റെഡി ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. ഇന്നോട്ട് ഞാൻ ചിലപ്പോൾ അഡീഷണൽ വീഡിയോസ് ഇട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ അത് അപ്ഡേറ്റ് ആയിട്ട് തന്നെ പോകണം. ഓക്കെ, ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതും കൂടെ കാണണം. അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ കൂടെ തന്നെ വരണം. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. അറ്റൻഡൻസ് അറ്റൻഡൻസ് വിളിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് പേര് മറ്റേ ലാബിന്റെ അസൈൻമെന്റ് വെക്കാനുണ്ട്. അത്ര എന്താ ചെയ്യുന്നു? എല്ലാവർക്കും അറ്റൻഡൻസും ഉണ്ടാവില്ല, മാർക്കും ഉണ്ടാവില്ല. ഓക്കെ, ഓരോ എക്സ്പെരിമെന്റിനും മാർക്കുണ്ട്. ഓക്കെ, അത് ചെയ്ത് വെച്ചവർക്ക് 10 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, ആകാശ് ഉണ്ട്, അഖിലുണ്ട്, അമിത് ഉണ്ട്, അനിരുദ്ധ് ഉണ്ടോ? അനിരുദ്ധ് ഉണ്ട്, കാർത്തിക് ഉണ്ട്, ലാദൻ, മുഹമ്മദ് ലാദൻ ഉണ്ട്, പിന്നെ മുഹമ്മദ് ഷഹസാദ് ഉണ്ട്, മുക്തസിം പി കെ, മുക്തസിം ഉണ്ട്, മുഹമ്മദ് അസഫ് ഉണ്ട്, ഫർദീൻ ഉണ്ട്. ഓക്കെ, ഫത്തേഹ് ഉണ്ട്, സമഹ് ഉണ്ടോ? ഓക്കെ ഓക്കെ, മുഹമ്മദ് സിയാൻ, നിഷാദ് ഉണ്ട്, നിവേദ് ഉണ്ട്, പ്രത്യുഷ് ഉണ്ടോ? പ്രത്യുഷ് ഇല്ല. ഓക്കെ, രാഹുൽ രാജീവ് ഉണ്ട്, സരുൺ രാജീവ്, ഓക്കെ, സൗരവ്, ശ്രീജിത്ത് ഉണ്ട്, വിഷ്ണു എ പി, വിഷ്ണു ഉണ്ട്, വിഷ്ണു എന്നോ? വിഷ്ണു എൻ ഇല്ല. ഓക്കെ, ധർമ്മേഷ്. ഓക്കെ, അപ്പൊ വിഷ്ണു എന്നും മാത്രം ആബ്സെന്റ് അല്ല. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.
താങ്ക് യു സർ.